ഈ രാഷ്ട്രീയക്കാരുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ശ്രീ മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ ഔദ്യോഗികമായി CJP ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച സംഘടനയാണ് SFI. എന്തുകൊണ്ടാണ് ഐക്യദാർഢ്യം? എന്തുകൊണ്ട് SFI കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, അവരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരമാണ് SFIക്കുള്ളത്. ഒന്ന്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മയെയോ സംഘടനയെയോ ഒരു സംഘടന എന്നുള്ള നിലയിൽ എൻഡോസ് ചെയ്യാനോ അംഗീകരിക്കാനോ ആ സംഘടനയെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ കൂടെ ചേർക്കാനോ ഒന്നും തീരുമാനിച്ചുകൊണ്ടല്ല SFI ഇന്ന് ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉയർത്തിയ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളോടുള്ള വിഷയാധിഷ്ഠിതമായ SFIയുടെ ഐക്യദാർഢ്യമാണ് ഇന്നത്തെ സമരത്തിനുള്ള പിന്തുണയിലൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേതായാലും നന്നായി. ഈ പ്രതിഷേധം കാണുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാർട്ടികളെ പേടിക്കേണ്ടതുണ്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകൂടം? ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് ഞാൻ ഒരു തൽക്കാലം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിന്റെ ആയുസ്സേ കാണുന്നുള്ളൂ. സോഷ്യൽ മീഡിയ അതിന്റെ ഒരു അടിസ്ഥാനമല്ല. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിനനുസരിച്ചോ പുതിയ ടെക്നോളജികളൊക്കെ വരുമ്പോൾ അതും കൂടെ എടുക്കുന്നു. ഇപ്പം ചാനൽ വരുന്നു എന്നുള്ള. പക്ഷെ ഇവരുടെ ഒന്നും ഈ പറഞ്ഞ ഒരു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സംഘടനകളുടെയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ, വിദ്യാഭ്യാസ സംഘടന ആയിക്കോട്ടെ, യുവജന സംഘടന ആയിക്കോട്ടെ, അവരുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ യഥാർത്ഥ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അവർ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു 10 ദിവസത്തേക്ക് മെറ്റയുടെ സെർവർ ഒന്ന് ഡൗൺ ആയാൽ അന്ന് തീർന്നു. ഇത് അത്രയേ ഉള്ളൂ. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന്, സോഷ്യൽ മീഡിയയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കയ്യിൽ നമുക്കൊരു ഫേസ്ബുക്ക് ഐഡിയും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റ ഐഡിയും ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം കീഴടക്കാൻ കഴിയും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈ കോക്രോച്ചുകൾക്ക്, ഈ പാർട്ടികൾക്ക് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനുള്ള അതേ അവകാശം ഇവർക്കെതിരെ പ്രതിഷേധിക്കാൻ മറ്റുള്ളവർക്കുമുണ്ട്. ഈ സംഘടനാ സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടൊന്നും ഇവിടെ സംവരണം ചെയ്യപ്പെട്ടതല്ല. ആരോപണങ്ങൾ ഉന്നയിക്കാം, ആ ആരോപണങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഇവർക്ക് പ്രതിഷേധിക്കാനുണ്ടെങ്കിൽ ഇവരോട് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ള സംഘടനകളും ഈ നാട്ടിലുണ്ട്. അപ്പോ അവര് പറയുന്ന ആരോപണം അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അത് ഈ നാട്ടിൽ നടക്കും. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെ. അല്ലാതെ അവർ പ്രതിഷേധിക്കട്ടെ, പക്ഷെ അവരോട് ആരും പ്രതിഷേധിക്കാൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ ജനാധിപത്യ രീതിയല്ലല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം, അല്ലെങ്കിൽ ഇവിടെ ഭീകരമായ മതഭീകരതയാണ് നടപാടിക്കൊണ്ടിരിക്കുന്നത്, ഹിന്ദുത്വ ഭീകരതയാണ് നടപാടിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലപാട് സ്വീകരിക്കാനും അത് മുദ്രാവാക്യം വിളിക്കാനും അതിനെ പ്രക്ഷോഭങ്ങൾ നയിക്കാനും ഇവർക്കുള്ള അതേ സ്വാതന്ത്ര്യം അതിനെതിരെ ശബ്ദിക്കാൻ മറ്റുള്ളവർക്കുമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ഒരു കാര്യം വളരെ കൃത്യമായി ഫ്ലോറിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചാനൽ ചർച്ച വെക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളുകളുടെ പൊസിഷൻ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പേരിന് നേരെ SFI എന്ന് വെച്ചിട്ടുണ്ട്, KSU പ്രതിനിധിയുടെ പേരിന് നേരെ KSU എന്നാണ്, ആം ആദ്മി പ്രതിനിധിയും. ഇവിടെ ഒരു അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കല്ല, അദ്ദേഹത്തിന്റെ വാദത്തെ മുൻനിർത്തിയാണ് എൻ്റെ ചോദ്യം. എന്ത് രാഷ്ട്രീയമാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു അധിക്ഷേപമായി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊള്ളുക. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ ഊട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത്
നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരല്ല, അവൻ RSSകാരാണ്, സംഘികളാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, ശബ്ദിക്കാനും അവകാശമുണ്ട്. ശബ്ദിക്കുകയാണോ ചെയ്തത്? രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജു ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. നിങ്ങൾ ഇവിടെ അതിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ വന്നാൽ സമരം എന്താണെന്ന് ഈ നാട് കാണിച്ചു തരും. ഭയങ്കരം തന്നെ. സ്വാതന്ത്ര്യ സമരം നടത്തിയ പാരമ്പര്യമുള്ള ഈ നാട്ടിലെ ജനതയുടെ പിന്മുറക്കാർ ഇവിടെ ഉണ്ട്. അന്ന് ചെരുപ്പ് നക്കിയ നിങ്ങൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മേലിൽ കുതിര കയറാനും അവിടെ ഭാവി വെച്ച് പന്താടാനുമുള്ള ലൈസൻസ് ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പേര് വെച്ചോ പേര് വെക്കാതെയോ നിരീക്ഷക വേഷം ചമഞ്ഞോ RSSന്റെ പ്രതിനിധികൾ ചാനൽ ഫ്ലോറിൽ വന്നാൽ അതിനെ ഞങ്ങൾ തുറന്നു കാണിക്കും. അതായത് ആര്യ എന്നെ വിളിച്ചത് ഇവിടുത്തെ മാതൃഭൂമി എന്നെ നേരിട്ടാണ് വിളിച്ചത്. അല്ലാതെ ഇവിടെ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് RSSന്റെ കാര്യാലയത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ മാരാർജി ഭവനിലേക്കോ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ വിട്ടു തരണം എന്നല്ല പറഞ്ഞത്. എന്നെ നേരിട്ടാണ് വിളിച്ചത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചാനൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് അയാൾക്കെന്ത് രാഷ്ട്രീയമാണുള്ളത്? മിസ്റ്റർ സാദിഖ്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു ഒന്നിന് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തല്ല വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. ഈ രാഷ്ട്രീയക്കാരുടെ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ. എന്തുകൊണ്ടാണ് എന്നെ ഇവരെ BJP എന്നോ RSS എന്നോ ഒക്കെ വിശേഷിപ്പിക്കാന്ന് പറഞ്ഞാൽ RSSോ BJPയോ എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ്, ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദ്യം കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സൗകര്യമുള്ള രാഷ്ട്രീയം ഞാൻ സൗകര്യമുള്ള പ്ലാറ്റ്ഫോമിൽ പറയണ്ട, അത്രേ ഉള്ളൂ. ഇവിടെയും പറയും, ഇവിടെയും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചിട്ടല്ല ഷാബു പ്രസാദിനെ എനിക്ക് ലഭിച്ചത്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ഈ CJP വിഷയവുമായി ബന്ധപ്പെട്ട് BJP അവരുടെ ഔദ്യോഗിക പ്രതിനിധികളെ ചാനലുകളിലേക്ക് അയക്കുന്നില്ല എന്നുള്ളത് അവരുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ഷാബു പ്രസാദിനെ ഫോണിൽ വിളിച്ച് ഈ ചർച്ചയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞത്. ഒന്ന്, രണ്ട്, ഇതുപോലെയുള്ള ചർച്ചകളിൽ ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇതേ വേദിയിൽ ഇതേ ഫ്ലോറിൽ ഇരുന്ന് ഞാൻ ചർച്ച ചെയ്തത് CMRL വിഷയമാണ്. അന്ന് AKG സെന്ററിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി അതിലേക്ക് ഇടതുപക്ഷ പ്രതിനിധികളെ തരില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ നിരീക്ഷകൻ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനെ വിളിക്കുക എന്നുള്ളതാണ് ചാനലുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവസംഘടനകളുടെയും ഒക്കെ വേഷം കെട്ടി ഇവിടെ വന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ഗോഗോ പറയുന്ന ഒറ്റയൊരെണ്ണത്തിന് ഒരു മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് തന്നെ അറിയാം ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുമായിട്ട് കേൾക്കാനുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നിവർത്തിയില്ലാതെ ഇപ്പോൾ ഈ പാറ്റകളുടെ ചിറകിനടിയിൽ ഒളിക്കേണ്ടി വരുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരി, വാദത്തിന് വേണ്ടി എല്ലാം നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് പ്രകാരം, ഇവരുടെ വാദപ്രകാരം എന്താണ് ആര്യ? ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, സാമൂഹ്യ മേഖല തകർന്നു, അതിഭീകരമായ വർഗീയത ലോകം മുഴുവനും നാണം കെട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ളത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു പ്രക്ഷോഭം നയിക്കാനോ തെരുവിലിറങ്ങാനോ പ്രക്ഷോഭം നയിക്കാനോ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കൊള്ളില്ല. ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല. ഇതേപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ഗോഗുവ വിളിക്കാനും വൃത്തികേട് പറയാനും അല്ലാതെ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. ഇപ്പൊ SFIയുടെയോ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, SFI ഇങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ പടർന്ന് പന്തലിച്ച് അവരൊന്ന് ഊതിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവരുടെ മൂക്കിൽ കൂടെ കയറിപ്പോകുന്നാണല്ലോ ഇവർ ഈ അവകാശപ്പെടുന്നത്. എന്ത് പറ്റി? നിങ്ങളുടെ മൂക്കിന് വലിപ്പം കുറഞ്ഞു പോയോ? വലിക്കപ്പാ, അങ്ങോട്ട് കേറട്ടെ.
കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.